ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ലോകം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത്, ആശ്വസിച്ചിരുന്നത്. എന്നാൽ ഇതുവരെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനനുസരിച്ച് ഒരടി പോലും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, ഇറാനിൽ അമേരിക്ക പറയുന്നതനുസരിച്ച് കരാറിൽ ഒപ്പിട്ടാൽ വലിയ തോതിൽ കലാപവും ആഭ്യന്തര പ്രശ്നങ്ങളും ഉടലെടുക്കുമെന്നതിന്റെ സൂചനകൾ നൽകുന്ന വിധത്തിൽ നിരവധിയായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇതോടകം റിപ്പോർട്ട് ചെയ്തും കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ദേശീയ സുരക്ഷാ വിഭാഗവും ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയും കരാറിൽ ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ അത് അന്തിമമായ ഒരു കരാർ എന്ന നിലയിൽ പരിഗണിക്കപ്പെടൂ. അല്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ കുറച്ച് പേപ്പർ കെട്ടുകൾ അതിൽ ട്രംപ് ഒപ്പുവെച്ചു എന്നതിനപ്പുറം അതിന് മറ്റൊരു വാല്യൂവും ഇറാനോ പശ്ചിമേഷ്യയോ നൽകുകയില്ല. അമേരിക്ക ഇത്രയധികം തിരക്ക് പിടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എങ്ങനെയെങ്കിലും തലയൂരി ട്രംപ് തടി കഴിച്ചിലാക്കി അടുത്ത തെരഞ്ഞെടുപ്പിന്, അമേരിക്കയിൽ നവംബറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ആ സമയത്ത് തന്റെ നില ഭദ്രമാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ ചെലുത്തുന്ന ഒരു വലിയ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തെ അതിജീവിക്കാനും ട്രംപിന് ഇപ്പോൾ ഫലപ്രദമായി കഴിയുന്നില്ല. മുമ്പൊക്കെ അറബ് രാജ്യങ്ങൾ യുദ്ധം നിർത്തണം എന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടപ്പോൾ ട്രംപ് പറഞ്ഞിരുന്നത്, ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ എനിക്ക് സാധിക്കും, അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇറാന്റെ വെല്ലുവിളികളെ ചെറുത്തുകൊണ്ട് ഹോർമുസ് കടലിടുക്കിലൂടെ വരുന്ന മറ്റ് സാധാരണ ചരക്ക് കപ്പലുകൾക്ക് പിന്തുണ കൊടുക്കും, ബാക്കപ്പ് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വീരവാദങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് ഇത്രയും കാലം ട്രംപ് പിടിച്ചു നിന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തീവ്രമായ ആക്രമണങ്ങൾ, ഇറാൻ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ജോർദാനിലേക്കും ഒക്കെ നടത്തിയ നിരന്തരമായ ആക്രമണങ്ങൾ തെളിയിക്കുന്നത് ട്രംപിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇറാൻ ഉണ്ട്. ആയുധശേഷിയും അതുപോലെ തന്നെ പോരാട്ട വീര്യവും ഇറാന്റെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ലോകം മുഴുവൻ മനസ്സിലാക്കി. ഇതോടുകൂടിയാണ് ട്രംപ് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വലിയ ഒരു കരാർ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷകൾ നൽകിയത്. പക്ഷേ ഇതുവരെയും ഇറാൻ അത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് ഒരു കരാറിൽ ഒപ്പുവെക്കുമ്പോൾ പല കാര്യങ്ങളും പല തവണ കൂടിയാലോചിക്കേണ്ടതുണ്ട്, വീണ്ടും വീണ്ടും ചിന്തിച്ചുറപ്പിക്കേണ്ടതുണ്ട്. കാരണം അതിൽ ഒന്നാമത്തേത് അമേരിക്ക ചതിക്കാനുള്ള സാധ്യതയാണ്. ഇതിനു മുമ്പും ആണവ കരാറിൽ ഒപ്പുവെക്കാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആണവ വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞ് 3 തവണ ചർച്ച നടത്തി. 4ാമത്തെ ചർച്ചയുടെ സ്ഥലവും തീയതിയും തീരുമാനിച്ച് പിരിഞ്ഞതിന് ശേഷമാണ് ഇറാനിലേക്ക് അമേരിക്ക യുദ്ധം ആരംഭിക്കുന്നത്. ആയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ള 50ഓളം ഉന്നതരെ കൊലപ്പെടുത്തിയതും അമേരിക്കയുടെ ഗെയിം പ്ലാനിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു വെടിനിർത്തൽ എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് വെടിനിർത്തലിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞു ചെന്നാൽ ഇറാനെ ചതിക്കാനുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് IRGCയും ദേശീയ സുരക്ഷാ വിഭാഗവും പരമോന്നത നേതാവും ഒക്കെ വളരെ കരുതലോടുകൂടിയാണ് ഈ കാര്യങ്ങളെ ഇപ്പോൾ നിരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഈ ഇടക്കാല കരാറിൽ ഒപ്പുവെക്കുന്ന ഉടൻ തന്നെ ഇറാന്റെ പിടിച്ചെടുത്ത സ്വത്തുക്കളുടെ പകുതിയിലധികവും അമേരിക്ക തിരിച്ചു നൽകണം എന്നുള്ളതാണ്. പക്ഷെ അതിനെതിരെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. അങ്ങനെ ഇറാന്റെ സ്വത്തുക്കൾ ഉടനൊന്നും കൊടുക്കാൻ കഴിയില്ല, അത് സമയം വരുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കുമെന്ന മട്ടിലായിരുന്നു JD വാൻസിന്റെ പ്രസ്താവന. അത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്, ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പുലർച്ചെ, ഒരു ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിയോടുകൂടി ട്രൂത്ത് സോഷ്യലിൽ ഇറാന് നേരെ പടയൊരുക്കം നടത്തുന്നതിൻ്റെ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ ഇറാന്റെ ഡയറക്ഷനിലേക്ക് പോകുന്നതും ഞങ്ങളുടെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്നതുമായ ഒരു ദൃശ്യം, ഒരു ചിത്രം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിട്ടുണ്ട്. കൂടുതൽ എഴുത്തുകളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അത് ഇറാനെ പ്രകോപിപ്പിക്കാൻ പാകത്തിനുള്ളതാണ്. ഇതോടൊപ്പമാണ് ഇപ്പോൾ ബെയ്റൂത്തിലേക്ക്, ലബനാന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. ഈ സമാധാന പദ്ധതിയെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ലെബനനിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നത്. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്ക് നിരവധിയായ ആക്രമണങ്ങൾ ഇതോടകം ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സും ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കാൻ സജീവമായി രംഗത്തുണ്ട്.
ഹിസ്ബുള്ളയെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ, ലെബനനിലെ സാധാരണക്കാരായ ജനങ്ങളെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ട് എങ്കിലും ഈ സമയത്ത് എന്തിനു വേണ്ടിയാണ് ഈ ആക്രമണം നടത്തുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. ആ ആക്രമണം എന്ന് പറയുന്നത് ഈ സമാധാന പദ്ധതിയെ പരിപൂർണമായി അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളത് തന്നെയാണ്. അതായത് ലെബനൻ എന്ന രാജ്യത്തെയല്ല, ഹിസ്ബുള്ളയെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ന്യായവാദവുമായി ഇസ്രായേൽ ലെബനനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അത്രയും ഇറാനെ വല്ലാതെ പ്രകോപിപ്പിക്കും. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ കുഞ്ഞാണ്. ഇറാനാണ് ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തതും പരിപോഷിപ്പിച്ചതും ഇപ്പോൾ ആയുധങ്ങൾ അടക്കം നൽകി സജീവമായി ഇസ്രായേലിനെതിരെ യുദ്ധമുനമ്പിൽ നിർത്തുകയും ചെയ്തിരിക്കുന്നത് ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് ഹിസ്ബുള്ളയെ ആക്രമിക്കും, ഹിസ്ബുള്ളയെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ പ്രകോപനമാണ്. എന്ന് മാത്രമല്ല, ഈ കരാറിന് അനുകൂലമായൊരു നിലപാട് ഇറാൻ സ്വീകരിക്കുന്ന സമയത്ത് ഇറാൻ പറഞ്ഞിരുന്നു, ബെയ്റൂട്ടിലേക്ക് ആക്രമണം നടക്കുകയാണെങ്കിൽ അത് കരാറിനെതിരായ നീക്കമായി കണക്കാക്കും എന്ന്. അപ്പോൾ അന്ന് ട്രംപ് പറഞ്ഞത് ഇനി ഒരിക്കലും ഇസ്രായേൽ ബെയ്റൂത്തിലേക്ക് ആക്രമണം നടത്തില്ല, ലബനാനിലേക്കുള്ള യുദ്ധവും ഇതോടൊപ്പം വൈൻഡപ്പ് ചെയ്യുകയാണ്. താൻ നെതന്യാഹുവിനെ വിളിച്ച് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ലബനാനിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നൊക്കെ അവകാശപ്പെട്ടയാളാണ് ട്രംപ്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഈ ഒരു വെടിനിർത്തൽ കരാർ ഇന്ന് പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ഇന്ന് നിലവിൽ വരുമെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ ബെയ്റൂത്തിലേക്ക് ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഈ വിഷയത്തിൽ കടുംപിടുത്തം തുടരുകയാണ്. അമേരിക്ക ഈ പ്രതിസന്ധിയെ എങ്ങനെ പരിഹരിക്കും? കാരണം ലെബനനിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നാൽ ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചാലും അത് ലംഘിക്കുന്നതായി കണക്കാക്കിക്കൊണ്ട് മേഖലയിലെ സമാധാനം തകരുന്ന വിധത്തിലേക്ക് ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. മുമ്പ് സംഭവിച്ചത് തന്നെയാണ്. ഒരു വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു, അതിലേക്ക് ഏകദേശം കാര്യങ്ങൾ നീങ്ങുന്നു. ഉടൻ തന്നെ ലെബനനിലേക്ക് ഇസ്രായേൽ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു. അതിൻ്റെ പ്രതികാരം എന്നോണം ഇസ്രായേലിലേക്ക് ഇറാൻ നേരിട്ട് ആക്രമണങ്ങൾ നടത്തുന്നു. അങ്ങനെയാണ് വീണ്ടും ഈ യുദ്ധം സാഹചര്യം വലിയ തോതിൽ ചൂടുപിടിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തെ എത്തിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കുക, ഈ ഇടക്കാല കരാറിന്റെ സമയത്ത് തന്നെ തങ്ങളുടെ ഡിമാൻഡുകൾ, തങ്ങളുടെ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട ഡിമാൻഡുകൾ, തങ്ങളുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ഡിമാൻഡുകൾ ഒക്കെ അമേരിക്ക നോക്കണം അല്ലെങ്കിൽ അത് പാലിക്കണമെന്നാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതായത് പിടിച്ചെടുത്ത സ്വത്തുക്കളിൽ ഭൂരിഭാഗവും തിരിച്ചു കിട്ടണം. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് തുറന്നാൽ അന്ന് മുതൽ അതിൻ്റെ നിയന്ത്രണം ഒമാനും ഇറാനും ചേർന്നായിരിക്കും നടത്തുക. ടോൾ പിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ നിയന്ത്രണാവകാശം ഞങ്ങൾക്കായിരിക്കും. അതുപോലെ തന്നെ തങ്ങൾക്ക് നഷ്ടപരിഹാരം എന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ ഉപരോധം നീക്കുകയും അതുപോലെ തന്നെ തങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും വേണം. ഇതൊക്കെ വളരെ പെട്ടെന്ന് വേഗത്തിൽ നടപ്പാക്കണമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അത് സംബന്ധിച്ച് വ്യവസ്ഥ കരാറിൽ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിൽ അമേരിക്ക കൃത്യമായി അത് പാലിക്കുമോ എന്നത് സംബന്ധിച്ച് വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെയാണ് പറഞ്ഞത് സ്വത്തുക്കളൊന്നും ഉടനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല, അത് സമയമെടുക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ ട്രംപ് പറയുന്ന വാദത്തിനെതിരെ ഭരണകൂടത്തിൽ വാദങ്ങൾ ഉണ്ടെങ്കിൽ ഈ കരാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതൊക്കെ അതിജീവിച്ച് ട്രംപിന് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. എന്ന് മാത്രമല്ല, ട്രംപിന്റെ ചതി നേരത്തെ ഇറാൻ അനുഭവിച്ചതാണ്, നേരിട്ടറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി മാത്രമാണ് ഇറാൻ ചുവട് വയ്ക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്ന് തുടർച്ചയായ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയെ വീണ്ടും ആശങ്കയിലാക്കുകയും ഈ കരാർ നിലവിൽ വരാതിരിക്കുന്നതിന് ഒരു പക്ഷെ കാരണമാവുകയും ഇനി അല്ല കരാർ നിലവിൽ വന്നാലും അത് ഉടനെ തന്നെ അവസാനിക്കുന്നതിന് കാരണമാകും ചെയ്തേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുവരെ വെടിനിർത്തലിൽ ഇറാൻ പൂർണ്ണമായി അംഗീകരിച്ചതായി റിപ്പോർട്ടുകളില്ല. അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ പ്രതിനിധികൾ ഇന്ന് ടെഹ്റാനിലെത്തി ഇറാൻ ഉന്നതരുമായി ചർച്ച നടത്തുകയാണ്. പാകിസ്ഥാൻ്റെ ഉന്നതർ ഇപ്പോൾ തന്നെ ടെഹ്റാനിലുണ്ട്. കാര്യമായ ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ നടക്കുകയാണ്. അന്തിമമായി ഇറാൻ ഞങ്ങൾ വെടിനിർത്തലിലേക്ക് പോവുകയാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി അത് വെടിനിർത്തൽ കരാറിലേക്ക് വന്നാലും അത് അധികകാലം മുന്നോട്ട് പോകാൻ ഇസ്രായേൽ സമ്മതിക്കില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരമായ വിഷയമായി മുന്നിൽ നിൽക്കുന്നത്.